വരുൺ. ആ ചെറിയ മോനെന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ആ മോനെന്തിക്ക്. ആ ഞാൻ ആ പെൺകുട്ടിയുടെ കാര്യം ആലോചിക്കായിരുന്നു, രാധികയുടെ. നീയും അത് തന്നെയാണ് ആലോചിക്കുന്നതെന്ന് എനിക്കറിയാം. ആ നമ്മളൊക്കെ മറ്റുള്ളവർ ചെയ്യുന്ന ത്യാഗങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷേ കൺമുമ്പിൽ ഒരാളത് ചെയ്യുമ്പോൾ കൈയെടുത്ത് കുമ്പിടാതെ നിവൃത്തിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ സൂര്യയോട് എന്ത് കമ്മിറ്റ്മെന്റ് ആ കുട്ടിക്കുള്ളത്. അനുജത്തിയുടെ ഭർത്താവിന്റെ കുടുംബത്തെ ഒരാൾ, പക്ഷേ അവള് കാണിക്കുന്ന സിൻസിയാരിറ്റി ഉണ്ടല്ലോ. അതെ ചെറിയ. പക്ഷെ എന്നിട്ടും നമ്മുടെ കൂട്ടത്തിലെ ചിലർക്കൊക്കെ അത് മനസ്സിലാവാതെ പോകുന്നുണ്ട്. കാര്യമാക്കണ്ട. നന്മയുള്ളവരെ കല്ലെറിയുന്നതും ചിലരുടെ ശീലമാണ്. ചെറിയച്ഛൻ ഇത്തവണ ഗൾഫ് ട്രിപ്പ് കഴിഞ്ഞു വന്നപ്പോ നിനക്കൊരു സമ്മാനം വാങ്ങിച്ചു. സമ്മാനോ? നിന്റെ വിവാഹത്തിന് പ്രത്യേകിച്ച് ഞാനൊന്നും തന്നില്ലല്ലോ. അങ്ങനെയൊക്കെ കണക്കുണ്ടോ നമ്മൾ തമ്മിൽ? അതിപ്പോ നാളെ ഗൗതമിന്റെ കല്യാണം വന്നാലും അച്ഛൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. പ്രത്യേകിച്ച് കണിമംഗലം നമ്മുടെ പൊതു സ്വത്തല്ലേ. പക്ഷേ ഞാനിതങ്ങ് വാങ്ങിച്ചു, അതുകൊണ്ട് മോനിതങ്ങ് സ്വീകരിക്കണം. അല്ല, ഇത് സ്വർണ്ണമാണോ? പിന്നല്ലാതെ. ചെറിയച്ച, എനിക്കെങ്ങനെ സ്വർണത്തിനോട് വലിയ ഭ്രമമൊന്നുമില്ല. ചെറിയച്ഛൻ എനിക്ക് വേണ്ടി ഇത് കണ്ടെത്തിയത് സന്തോഷമുള്ള കാര്യം തന്നെയാ. പക്ഷെ എനിക്കിത് ഇട്ടുകൊണ്ട് നടക്കാൻ വയ്യ. ഇത് വേണമെങ്കിൽ ഗൗതമിന് കൊടുത്തേക്ക്. ഗൗതമിന് കൊടുക്കാനാണെങ്കിൽ ഞാൻ വേറെ വാങ്ങിച്ചു കൊടുക്കുമല്ലോ. ഞാൻ നിഷേധിച്ചാല് ചെറിയച്ചനൊന്നും തോന്നരുത്. ഏയ്, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ ആദർശങ്ങളില്ലേ. പോട്ടെ, എന്റെ ഒരു കണക്കുകൂട്ടൽ തെറ്റിപ്പോയി. അല്ലെങ്കിലും ഈ മക്കളുടെ കാര്യത്തിൽ അച്ഛനമ്മമാർക്ക് എപ്പോഴും അങ്ങനെയാണ്. ചെറിയച്ച എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ചെറിയച്ച, കൊള്ളാം, നന്നായിട്ട് ചേരുന്നുണ്ട്. കാര്യമൊക്കെ കൊള്ളാം. ഇന്നത്തെ ഒരു ദിവസം ചെറിയച്ഛന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാനിത് കയ്യിലിട്ടു. നാളെ ഞാനിത് ഊരി വയ്ക്കുകയും ചെയ്യേ. അതിൽ എന്നോട് പരാതി ഒന്നും തോന്നരുത്. മതി, ഇന്നത്തെ ഒറ്റ ദിവസം മതി. ചെറിയച്ഛൻ അതേ ആഗ്രഹിക്കുന്നുണ്ട്. മോൻ കിടക്കുന്നില്ലേ? ഇല്ല ചെറിയച്ച, ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കാൻ പോവാ. ശരി മോനെ, ഗുഡ് നൈറ്റ്. പുതിയൊരു മലരിതൽ വിരിയണ ദിവസമിതറിയില്ലേ, കണിയുണരണം അതിലിനിയൊരു നറുതിരി തെളിയണം. പുതിയൊരു മലരിതൽ വിരിയണ ദിവസമിതറിയില്ലേ, കണിയുണരണം അതിലിനിയൊരു നറുതിരി തെളിയണം. കുറുകുഴലുകൾ പുരവതി നില ചെറുനിറ പറവേണം. കൊതിച്ചു കൊതിച്ചിങ്ങടുത്തുവാ, കളിച്ചു ചിരിച്ചു രസിച്ചുവാ. ദേവനാരായണൻ തിരുമേനിയുടെ മകളുടെ സത്യം ചെയ്യല. ഈ ഇരിക്കുന്ന എന്റെ ഏട്ടൻ 2 കാലിൽ എഴുന്നേറ്റ് നടക്കുന്നത് വരെ ഇനി ഞാൻ പച്ച വെള്ളം കുടിക്കില്ല.
ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ഞാൻ നിരാഹാരിക്കാൻ പോവാ. ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് തരാതെ അച്ഛനത് ഇവനാണോ സമ്മാനിച്ചത്? ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയേ പറ്റൂ. അച്ഛൻ ഈ വള ഏട്ടനാ തന്നതല്ലേ? അച്ഛൻ ഈ വള ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടതാ. അച്ഛനല്ലെങ്കിലും എന്നേക്കാൾ പ്രിയം ഏട്ടനോടാണല്ലോ. ആര് പറഞ്ഞു? അതൊക്കെ എനിക്കറിയാം. എനിക്ക് വരുണിന്റെ അത്രയും കഴിവുകളില്ലല്ലോ. എനിക്കതിൽ പരാതിയുമില്ല. നീ എന്തൊക്കെയാടേ പറയുന്നത്? എടാ, എനിക്കിത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ. കുറച്ചു നേരമെങ്കിലും ഒന്ന് കയ്യിലിടാൻ വേണ്ടി ചെറിയ നിർബന്ധിച്ചു. അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടു, അത്രേ ഉള്ളൂ. നിനക്കിത് വേണോ? വേണ്ട. അച്ഛനത് ചിലപ്പോ ഇഷ്ടാവില്ല. എടാ, ചെറിയച്ചനോട് ഞാൻ പറഞ്ഞോളാം.